പള്ളിക്കല്ലറയിൽ ദുരൂഹ വസ്തു. കണ്ണൂർ വാണിയപ്പാറ ഇൻഫന്റ് ജീസസ് ചർച്ചിലെ കല്ലറ തുറന്ന് പരിശോധിച്ചപ്പോൾ പായയിൽ പൊതിഞ്ഞ വസ്തുക്കൾ കണ്ടെത്തുകയായിരുന്നു. ഉള്ളിൽ മൃതദേഹം എന്ന സംശയമുണ്ട്. സംഭവത്തിൽ കരിക്കാട്ടക്കരി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ക്രിസ്ത്യൻ ആചാരപ്രകാരം ഇങ്ങനെ അടക്കം ചെയ്യാറില്ല എന്ന് പ്രദേശവാസിയായ ജിൽസ് പറയുന്നു. സമുദായത്തിൻ്റെ ഒരു സിമിത്തേരിയിലും പള്ളിയായിട്ട് ബന്ധപ്പെട്ട ഒരു സിമിത്തേരിയിലും പഴമ്പായ്ക്കകത്ത് പൊതിഞ്ഞൊരു ബോഡി അടക്കാറില്ല. അത് ഇന്ന് വരെ പണ്ടുണ്ടായിരുന്നു. തെമ്മാടിക്കുഴി എന്നൊക്കെ പറഞ്ഞൊരു സംവിധാനം ഉണ്ടായിരുന്നു. ഇപ്പോഴൊന്നും അങ്ങനൊരു സംഭവമില്ല. അത് കണ്ടപ്പോൾ ഒരു വല്ലാത്തൊരു ദുരൂഹത, അതങ്ങനെ അവിടെ വന്നു. അതിലാണ് സംശയം തോന്നിയതും ഇങ്ങനെയൊരു വാർത്തയാക്കാനുള്ള സാഹചര്യം ഉണ്ടായതും. പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നുവെന്ന് പള്ളി വികാരി ഫാദർ ജിൽബർട്ട് കൊന്നയിൽ പറഞ്ഞു. ഏത് അന്വേഷണത്തോടും സഹകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഞങ്ങൾക്കൊരു സംശയം തോന്നി, അത് പോലീസിനെ അറിയിച്ചു. ഇനി അത് ഒരു മൃതശരീരമാണോ, ചിലപ്പോൾ അത് മൃതശരീരം പോലും ആകത്തില്ല, ചിലപ്പോൾ അതിങ്ങനെ പായയിൽ പൊതിഞ്ഞ് എന്തെങ്കിലും ആയിരിക്കും. അത് എന്താണ് എന്ന് കൃത്യമായിട്ട് ഇനി പോലീസ് അവർ പരിശോധിക്കും. അവർ കൃത്യമായിട്ട് അതിൻ്റെ അന്വേഷണങ്ങൾ അന്ന് മുതൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ വന്നതുകൊണ്ട് ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുമായിട്ട് അവർ അന്വേഷണമായിട്ട് ഇന്നിവിടെ വന്നു. ഇതിൻ്റെ അന്വേഷണം ഭംഗിയായിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ലീഗൽ പ്രൊസീജിയർ അറ്റ് ദ സെയിം ഡേ തന്നെ ആരംഭിച്ചിട്ടുമുണ്ട്. ഇത് വേറെ ആരും പറഞ്ഞോ നാട്ടുകാർ പറഞ്ഞോ അല്ല അറിഞ്ഞത്. ഞങ്ങൾക്കാണ് ആദ്യം സംശയം തോന്നിയത്, ഞങ്ങളാണ് ആദ്യം പോലീസിനെ അറിയിച്ചത്. ഇത് പ്രകാരമാണ് മുന്നോട്ട് പോയത്. KV ബൈജു ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ബൈജു, ഈ കല്ലറ ഇങ്ങനെ തുറന്നു നോക്കേണ്ട ഒരു പശ്ചാത്തലം എന്തായിരുന്നു? അഭിലാഷേ, 6 ദിവസം മുൻപാണ് ഒരു മൃതദേഹം ഇവിടെ അടക്കാൻ വേണ്ടി 38-ാം നമ്പർ കല്ലറയാണിത് പള്ളി അനുവാദം നൽകുന്നത്. അങ്ങനെ അവർ മൃതദേഹമായി എത്തിയപ്പോൾ ഇത് തുറന്നു നോക്കുമ്പോഴാണ് അവിടെ ഒരു മൃതദേഹത്തോടൊപ്പം പ്ലാസ്റ്റിക് പായയിൽ പൊതിഞ്ഞ ഒരു വസ്തു കൂടി കാണുന്നത്. അങ്ങനെ 2 മൃതദേഹം അവിടെ ഉണ്ട് എന്ന ഒരു സംശയം വരികയും പിന്നീട് അതിന്റെ ഒരു ഫോട്ടോ വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയായിരുന്നു. ഇതോടുകൂടിയാണ് വലിയ ദുരൂഹത ഇത് സംബന്ധിച്ച് ഉയർന്നത്. ഇതിനുശേഷം പള്ളി അവകാശപ്പെടുന്നത് അവർ പോലീസിനെ വിവരം അറിയിച്ചു എന്നാണ്. ഏതായാലും പോലീസ് എത്തി പരിശോധന നടത്തി. പക്ഷേ ഈ വസ്തു, അതായത് ഇത്തരത്തിലുള്ള മൃതദേഹങ്ങൾ എടുക്കണമെങ്കിൽ അത് RDOന്റെ ഉൾപ്പെടെ അനുമതി കിട്ടേണ്ടതുണ്ട്. അങ്ങനെ RDOയുടെ അനുമതിക്കായി ഇപ്പോൾ ഈ വസ്തു എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഇതിൽ ദുരൂഹത അകലുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനം. കാരണം ഈ വസ്തു എന്താണെന്ന് സംബന്ധിച്ച് ഇപ്പോഴും ഒരു സ്ഥിരീകരണമില്ല. ഇത് മൃതദേഹമാണോ അതല്ല മറ്റെന്തെങ്കിലും വസ്തുവാണോ? ഏതായാലും പൊതുവെ ഈ ഇടവക അംഗങ്ങളൊക്കെ പറയുന്നത് ഇതാണ്: ഏതെങ്കിലും തരത്തിൽ ക്രിസ്തീയ ആചാരപ്രകാരം ഇത്തരത്തിൽ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ വസ്തു, അങ്ങനെ പായൽ പൊതിഞ്ഞ രീതിയിൽ ഒരു മൃതദേഹം അടക്കം ചെയ്യാറില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വസ്തു എങ്ങനെയാണ് ഈ ഒരു കല്ലറയിൽ എത്തിയതെന്നതാണ് ഏറ്റവും വലിയ ദുരൂഹത. അതോടൊപ്പം ഇതിനകത്ത് ഇനി മൃതദേഹം ഉണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും പോലീസ് വരും ദിവസങ്ങളിൽ അത്തരം നടപടികളിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴും ഇതിൽ ദുരൂഹത മാറിയിട്ടില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 38-ാം നമ്പർ കല്ലറയാണിത്. ഇൻഫാന്റ് ചർച്ചാണ്, അതായത് തലശ്ശേരി അതിരൂപതയ്ക്ക് കീഴിലുള്ള വാണിയമ്പാറ ഇൻഫാന്റ് ജീസസ് ചർച്ച് എന്ന് പറയുന്ന അവിടെയാണ് ഇത്തരത്തിലുള്ളൊരു വസ്തു കണ്ടെത്തിയത്. ഇതിപ്പോൾ ഒരാഴ്ചയായിരിക്കുന്നു ഈ ഒരു സംഭവം പുറത്തറിഞ്ഞിട്ടും വലിയ തോതിൽ ഇങ്ങനെ പ്രചരണം നടത്തി. പക്ഷേ ഇപ്പോഴും ഇതിലൊരു വ്യക്തത എന്താണ്? ഈ ഒരു പ്ലാസ്റ്റിക് പായിൽ പൊതിഞ്ഞിരിക്കുന്ന വസ്തു അത് മൃതദേഹം തന്നെയാണോ? അങ്ങനെയാണെങ്കിൽ ഇത് ആരുടെ മൃതദേഹമാണ് എന്നൊക്കെ അറിയേണ്ടതുണ്ട്. ഏതായാലും ആദ്യം പ്രാഥമികമായി ഈ പ്ലാസ്റ്റിക് പായിൽ പൊതിഞ്ഞ നിലയിൽ ശവക്കല്ലറയിൽ കണ്ട ഈ ഒരു വസ്തു ഇത് മൃതദേഹമാണോ അല്ലയോ അതാണിപ്പോൾ കണ്ടെത്തേണ്ടത്. അതിനായി ഇനിയിപ്പോൾ RDOന്റെ ഉൾപ്പെടെ അനുമതി സാന്നിധ്യം വേണം. അത്തരം നടപടികളിലേക്ക് പോലീസ് കടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ പ്രദേശം ഇപ്പോൾ സീൽ ചെയ്തിട്ടുണ്ട്. പോലീസിന്റെ പരിശോധന നടത്തി, പ്രാഥമികമായ ഒരു പരിശോധന നടത്തി സീൽ ചെയ്തിട്ടുണ്ട്. അപ്പോഴും ഈ പായ തുറന്നു നോക്കാനുള്ള ഒരു ഇത്തരത്തിലുള്ള ഇത് പോലീസിന് ഇല്ല. അതുകൊണ്ട് തന്നെ RDOന്റെ സാന്നിധ്യത്തിൽ വരും ദിവസത്തിൽ ഈ ഒരു പായ ഇതിന്റെ അകത്ത് എന്താണ് വസ്തു എന്നത് സംബന്ധിച്ച് വിശദമായ ഒരു പരിശോധന നടത്തുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഏതായാലും നേരത്തെ പ്രതികരിച്ചതുപോലെ നാട്ടുകാരനാണ് ഇത്തരത്തിൽ ഫേസ്ബുക്കിൽ ഈ പോസ്റ്റ് ഇടുന്നത്. അതിനുശേഷം വലിയ തോതിൽ ഇത് പ്രചരണം ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം പള്ളി നേരിട്ട് പരാതി നൽകിയെന്നാണ് പറയുന്നത്. പള്ളിക്ക് തൊട്ട് താഴെ ഉള്ള ഒരു സ്ഥലത്താണ് ഈ ഒരു സെമിത്തേരി ഉള്ളത്. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 38-ാം നമ്പർ സെമിത്തേരി ഈ ഒരു കല്ലറയിലാണ്. ഇങ്ങനെ ഇപ്പോൾ മൃതദേഹത്തിന് ഒപ്പം തന്നെ ഒരു പ്ലാസ്റ്റിക് പായിൽ പൊതിഞ്ഞ ഒരു വസ്തു കൂടി ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഏതായാലും ഇതിലെ ദുരൂഹത ഇപ്പോഴും തുടരുന്നു എന്ന് പറയേണ്ടി വരും. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് KV ബൈജു നൽകിയത്. കടലും കടൽ തീരവും വഴി കേരളത്തെ കടക്കണിയിൽ നിന്ന് കരകയറ്റാൻ മിഷൻ സമുദ്ര പ്രഖ്യാപിച്ച് VD സതീശൻ. സർക്കാരിൻ്റെ ആദ്യ ബജറ്റിൽ ആണ് ഇത്തരത്തിലൊരു സുപ്രധാനമായ പ്രഖ്യാപനം അദ്ദേഹം നടത്തിയത്. കേരള സംസ്ഥാനത്തിൻ്റെ 2026-27 പുതുക്കിയ ബജറ്റ് ഞാൻ നിയമസഭയുടെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ്.
UDF സർക്കാരിൻ്റെ ഈ പുതുക്കിയ ബജറ്റ് അടുത്ത 5 വർഷം കൊണ്ട് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന വികസനക്ഷേമ പ്രവർത്തനങ്ങളുടെ ഒരു ദിശ സൂചികയായിരിക്കും. വ്യക്തവും നിർണായകവുമായ ജനവിധിയോടെയാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ടുള്ളത്. ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള സംസ്ഥാനത്തിന്റെ പൊതുജനാരോഗ്യ, വിദ്യാഭ്യാസ, സാമൂഹ്യ മേഖലകൾ എന്നിവ സമീപകാലത്ത് കടുത്ത വെല്ലുവിളികളും സമ്മർദ്ദങ്ങളും നേരിടുകയാണ്. കേരളത്തിന്റെ സാമൂഹ്യ വികസന സൂചികകൾ കുറച്ചു വർഷങ്ങളായി സ്തംഭനാവസ്ഥയിലാണ്. കൂടാതെ യുവജനങ്ങളുടെ തൊഴിലില്ലായ്മ ഒരാശങ്കയായി നിലകൊള്ളുന്നു. ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾ മെച്ചപ്പെടുത്തുന്നതിനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും വയോജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനും പിന്നോക്കാവസ്ഥയിലുള്ളവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും ഉതകുന്ന പദ്ധതികൾ ആവിഷ്കരിച്ച് സാമൂഹ്യനീതിയോട് കൂടിയ സാമ്പത്തിക വളർച്ചയും പാരിസ്ഥിതിക ഉത്തരവാദിത്വത്തോടു കൂടിയ ആധുനിക അടിസ്ഥാന സൗകര്യ വികസനവും സമന്വയിപ്പിക്കുന്ന ഒരു പുതിയ കാലഘട്ടത്തിലെ പുതുയുഗ കേരളം സൃഷ്ടിക്കുവാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. തീർപ്പാകാതെയുള്ള പ്രതിബദ്ധതകളും സാമ്പത്തിക ബാധ്യതകളും ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തിന്റെ നിലവിലെ യഥാർത്ഥ ധനസ്ഥിതിയെക്കുറിച്ച് ജനങ്ങളെ അറിയിക്കുന്നതിനും സുതാര്യവും ഉത്തരവാദിത്വപൂർണവുമായ സാമ്പത്തിക വീണ്ടെടുക്കൽ തന്ത്രത്തിന് അടിത്തറയിടുന്നതിനുമാണ് ധവളപത്രം ജനങ്ങൾക്ക് മുൻപാകെ ഈ സർക്കാർ സമർപ്പിച്ചിട്ടുള്ളത്. മിഷൻ സമുദ്ര. കേരളത്തിന്റെ 600 കിലോമീറ്റർ തീരദേശം, 2 അന്താരാഷ്ട്ര തുറമുഖങ്ങൾ, ഒരു കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ, 17 നോൺ മേജർ തുറമുഖങ്ങൾ, മറ്റനേകം ജലസ്രോതസ്സുകൾ തുടങ്ങിയ സാധ്യതകൾ സംയോജിപ്പിച്ച് 5 വർഷത്തിനുള്ളിൽ കേരളത്തെ ലോക മാരിടൈം ഭൂപടത്തിൽ വൻ ശക്തിയായി ഉയർത്തുന്നതിനുള്ള പദ്ധതിയായ മിഷൻ സമുദ്ര നടപ്പിലാക്കും. കേരളത്തെ ഒരു പോർട്ട് സിറ്റിയായി വിഭാവനം ചെയ്ത് റോഡ്, സമുദ്രം, റെയിൽ, ഉൾനാടൻ ജലപാതകൾ, നിർമ്മാണ മേഖലകൾ, ഗ്രീൻഫീൽഡ് സിറ്റി എന്നിവയെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള മാരിടൈം സമ്പദ് വ്യവസ്ഥയിലേക്ക് കേരളത്തെ മാറ്റും. വിഴിഞ്ഞം ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലിനെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിനും ഗതാഗത ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുമായി ബാലരാമപുരം വിഴിഞ്ഞം ഭൂഗർഭ റെയിൽ, വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് എന്നീ പദ്ധതികൾക്കായുള്ള സ്ഥലമേറ്റെടുക്കലും നിർമ്മാണ പ്രവർത്തനങ്ങളും വേഗത്തിൽ നടപ്പിലാക്കും. വിഴിഞ്ഞം, കൊച്ചി തുറമുഖങ്ങൾക്ക് ചുറ്റും നിർമ്മാണ മേഖലകൾ, സ്റ്റഫിംഗ് സെന്ററുകൾ, ഡ്രൈ പോർട്ട് എന്നിവ ആരംഭിക്കും. ആഗോള ഷിപ്പിംഗ് വ്യവസായം ഹരിത ഇന്ധനങ്ങളിലേക്ക് മാറിയ അവസരം പ്രയോജനപ്പെടുത്തി ഗ്രീൻ ബങ്കറിംഗ് സേവനം നൽകുന്ന ഇന്ത്യയിലെ ആദ്യ തുറമുഖമായി വിഴിഞ്ഞത്തെ ഉയർത്തും. മദർഷിപ്പ് നിർമ്മാണം, അവയുടെ അറ്റകുറ്റപ്പണി എന്നിവ ലക്ഷ്യമാക്കി കപ്പൽ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കും. ഇതിനായി ആവശ്യമായ സ്ഥലമേറ്റെടുത്ത് അടിസ്ഥാന സൗകര്യ വികസനം ഉറപ്പാക്കും. ഇത്തരത്തിലുണ്ടാകുന്ന തൊഴിലവസരങ്ങളിൽ തീരപ്രദേശത്ത് ജീവിക്കുന്ന സാധാരണക്കാർക്ക് സംവരണം നൽകും. പോർട്ട് സിറ്റി ഉൾപ്പെടുന്ന മിഷൻ സമുദ്ര പദ്ധതിക്കായി 400 കോടി രൂപ വകയിരുത്തുന്നു. വ്യവസായങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നത് ലക്ഷ്യമിട്ടുള്ള ഭൂപരിഷ്കരണം 2 ആണ് ബജറ്റിലെ മറ്റൊരു ഹൈലൈറ്റ്. ഭൂമിയുടെ ലഭ്യതക്കുറവ്, ഭൂമി സ്വായത്തമാക്കുന്നതിനുള്ള പരിമിതികൾ, നിയമപരമായ വ്യക്തതയില്ലായ്മ എന്നിവയാണ് കേരളത്തിലെ വ്യാവസായിക അടിസ്ഥാന സൗകര്യ അഭിലാഷങ്ങൾക്ക് ഏറ്റവും വലിയ തടസ്സം. സർക്കാർ വകുപ്പുകളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സമ്പദ് വ്യവസ്ഥയെ പരിവർത്തനം ചെയ്യാൻ കഴിയുന്ന പദ്ധതികൾക്കായി നിക്ഷേപകർ ഭൂമി തേടുമ്പോൾ പോലും വിശാലമായ ഭൂമി ഉപയോഗിക്കപ്പെടാതെയോ ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കുകയോ ചെയ്യുന്നു. ഈ ഘടനാപരമായ വെല്ലുവിളിയെ അഭിസംബോധന ചെയ്യുന്ന സമഗ്രമായൊരു ലാൻഡ് മാനേജ്മെന്റ് നയം സർക്കാർ രൂപീകരിക്കും. വകുപ്പുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും മിച്ചമുള്ളതും ഉപയോഗിക്കാത്തതുമായ ഭൂമി ഉപയോഗിച്ചൊരു ലാൻഡ് ബാങ്ക് സൃഷ്ടിക്കുന്നതിനായി ഒരു ലാൻഡ് മാനേജ്മെന്റ് ഫ്രെയിംവർക്ക് ഉണ്ടാക്കുകയും ആവശ്യമായ നിയമനിർമ്മാണം നടത്തുകയും ചെയ്യും. മുൻകാലങ്ങളിൽ പ്രസക്തമായിരുന്ന ഭൂനിയമങ്ങൾ പരിശോധിക്കുകയും കാലാനുസൃതമായ മാറ്റങ്ങൾ ആവശ്യമായവ പരിഷ്കരിക്കുകയും ചെയ്യും. ഭൂപരിഷ്കരണം 2 എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. വിസ്മയം പ്രതീക്ഷിച്ച സർക്കാർ ജീവനക്കാർക്ക് DA കുടിശ്ശിക ഇല്ലാതെ നൽകും എന്ന വാഗ്ദാനം മാത്രമാണുള്ളത്. സംസ്ഥാന ജീവനക്കാരുടെ DA, പെൻഷൻകാരുടെ DR എന്നിവ മുടക്കം കൂടാതെ നൽകും. ലീവ് സറണ്ടറിന്റെ കാര്യത്തിൽ ഉചിതമായ ഒരു തീരുമാനം കൈക്കൊള്ളും. ജീവനക്കാരുടെ ആരോഗ്യ സുരക്ഷാ പദ്ധതിയായ മെഡിസെപ് സമഗ്രമായി പരിഷ്കരിക്കും. മുൻ സർക്കാർ പ്രഖ്യാപിച്ച അഷ്വേർഡ് പെൻഷൻ പദ്ധതിയിൽ അവ്യക്തത നിലനിൽക്കുന്നു. ആയതിനാൽ ഇത് സംബന്ധിച്ച വിലയിരുത്തൽ നടത്തിയതിനു ശേഷം നിലവിലുള്ള NPS പെൻഷൻ സംവിധാനം പരിഷ്കരിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും.
സ്വകാര്യവൽക്കരണം പ്രോത്സാഹിപ്പിക്കും എന്ന സൂചനയാണ് ബജറ്റിൽ ഉള്ളത്. ധാതു സമ്പത്ത് പണമാക്കാൻ ലക്ഷ്യമിട്ട് തെക്കൻ കേരളത്തിനെ സാമ്പത്തിക ഇടനാഴി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയിൽ നികുതി വർധനവില്ല എന്നത് ആശ്വാസമാണ് എങ്കിലും ഇന്ധന സെസ് കുറയ്ക്കുമെന്ന പ്രഖ്യാപനവും ബജറ്റിൽ ഇല്ല. വയോജനങ്ങളുടെയും ജൻസികളുടെയും ഒരുപോലെ ചേർത്തു പിടിക്കുന്നതാണ് പ്രഖ്യാപനങ്ങൾ. വയോജനങ്ങൾക്ക് സിൽവർ ഇക്കോണമിയും സാങ്കേതിക മുന്നേറ്റം ഉപയോഗപ്പെടുത്തി ജൻസികൾക്ക് തൊഴിൽ അവസരങ്ങളും സൃഷ്ടിക്കും. 25 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് 10 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ഗോത്രവിഭാഗങ്ങൾക്കും പ്രത്യേക കരുതൽ ആണ് ഉള്ളത്. ആദിവാസി മേഖലയിൽ പ്രത്യേക ആരോഗ്യ ക്ലസ്റ്റർ, വയനാട്ടിൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി എന്നിവയാണ് പ്രഖ്യാപനങ്ങൾ. ഇന്ന് ലോകത്തെ ഏറ്റവും വേഗത്തിൽ മാറ്റിമറിക്കുന്ന ശക്തികളിലൊന്നാണ് ജൻസി. ഡിജിറ്റൽ യുഗത്തിൽ ജനിച്ചു വളർന്ന ഇവർക്ക് സാങ്കേതിക വിദ്യ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. റോബോട്ടിക്സ്, ഡാറ്റാ സയൻസ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, വിർച്വൽ റിയാലിറ്റി തുടങ്ങിയ മേഖലകളിലെ മുന്നേറ്റങ്ങൾ ഇവർ ഏറ്റവും വേഗത്തിൽ സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ ധാർമ്മികത, സ്വകാര്യതയുടെ സംരക്ഷണം, സൈബർ സുരക്ഷ, മാനുഷിക മൂല്യങ്ങൾ തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് സ്റ്റാർട്ടപ്പുകൾ, ഇന്നവേഷൻ ഹബ്ബുകൾ, ഗവേഷണ കേന്ദ്രങ്ങൾ, സ്മാർട്ട് വ്യവസായങ്ങൾ എന്നിവ വികസിപ്പിക്കാൻ യുവതലമുറയുടെ സൃഷ്ടിപരമായ കഴിവുകളും മികവുകളും സാങ്കേതിക മികവുകളും ഒരുമിപ്പിക്കാവുന്നതാണ്. ഈ മേഖലയുടെ വികസനത്തിനായി 50 കോടി രൂപ വകയിരുത്തുന്നു. മലയാളം നമ്മുടെ അഭിമാനവും വിജ്ഞാന പൈതൃകവുമാണ്. നിർമ്മിത ബുദ്ധിയുടെ ഈ യുഗത്തിൽ അത് പിന്തള്ളപ്പെട്ടു പോകരുത്. മലയാളത്തിന്റെ ഒരു തുറന്ന ഡാറ്റാ സെറ്റ് എല്ലാവർക്കും സൗജന്യമായി ലഭ്യമാക്കിയും വിപണിയിലെത്തിക്കാവുന്ന മലയാളം AI മാതൃകകളുടെ വികസനത്തിന് പിന്തുണ നൽകിയും കേരളം ഒരു മലയാളം AI സംരംഭം ആരംഭിക്കും. ഇതിനായി 10 കോടി രൂപ മാറ്റിവെക്കുന്നു. വി.ഡി. സതീശൻ സർക്കാരിന്റെ കന്നി ബജറ്റിൽ കേരളത്തിലെ വയോജനങ്ങളെയും സ്ത്രീജനങ്ങളെയും ഒക്കെ ഒപ്പം ചേർത്ത് നിർത്തുന്ന കരുതലിന്റെയും ക്ഷേമത്തിന്റെയും വ്യത്യസ്തമായ പദ്ധതികളാണ് വിവിധ പ്രൊജക്റ്റുകളിലായി ഇടം പിടിച്ചിരിക്കുന്നത്. അതിൽ തന്നെ പ്രധാനമായി എടുത്തു പറയേണ്ടത് വൺ കേരള കരുതൽ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ്. മാറാരോഗങ്ങൾ ബാധിച്ച് വലിയ പ്രതിസന്ധി നേരിടുന്ന ആളുകൾക്ക് വേണ്ടി മെച്ചപ്പെട്ട ചികിത്സാ സഹായം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. സർക്കാരിതര സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, അതോടൊപ്പം തന്നെ CSR ഫണ്ടുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കും എന്നാണ് ബജറ്റിൽ വി.ഡി. സതീശന്റെ വാഗ്ദാനം. അതോടൊപ്പം വയോജനങ്ങൾക്ക് വേണ്ടി സിൽവർ എക്കോണമി എന്ന ഏറ്റവും ആകർഷണീയമായ പദ്ധതി രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഒരു സംസ്ഥാനത്ത് വയോജനങ്ങൾക്ക് വേണ്ടി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുന്നത്. ആ വകുപ്പിന്റെ മേൽനോട്ടത്തിലായിരിക്കും സിൽവർ എക്കോണമി പദ്ധതി നടപ്പിലാക്കുക. അതോടൊപ്പമാണ് കെയർ ഗിവർ പദ്ധതി എന്ന തരത്തിൽ ഈ മാറാരോഗങ്ങൾ ബാധിച്ചവർക്ക് വേണ്ടിയും അതോടൊപ്പം തന്നെ ഈ വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്ക് പരിചരണം ഒരുക്കുന്നതിന് വേണ്ടി തൊഴിലധിഷ്ഠിത കോഴ്സുകൾ, അത് സർക്കാർ സ്വകാര്യ മെഡിക്കൽ നഴ്സിംഗ് കോളേജുകളിൽ അടക്കം അതുമായി ബന്ധപ്പെട്ട പ്രത്യേക പരിശീലനം അന്താരാഷ്ട്ര നിലവാരത്തിൽ 6 മാസക്കാലത്തെ പരിശീലനം നൽകും. സർക്കാരായിരിക്കും അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് നൽകുക. അങ്ങനെ പ്രത്യേക പരിചരണം ഈ വയോധികർക്ക്, മാറാരോഗങ്ങൾ ബാധിച്ചവർക്കും അതോടൊപ്പം തന്നെ കിടപ്പ് രോഗികൾ, അതോടൊപ്പം തന്നെ ഈ ആരോഗ്യപരമായ വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങൾ നേരിടുന്നവരെ പരിചരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക പരിശീലനമാണ് ഈ 6 മാസത്തെ കോഴ്സിലൂടെ നൽകുക. അതിനു പുറമെയാണ് ഈ UDF സർക്കാരിനെ അധികാരത്തിലെത്തിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച ഇന്ദിരാ ഗ്യാരണ്ടി പ്രോഗ്രാമുകളിലെ 2 പദ്ധതികൾക്കുള്ള നീക്കിയിരിപ്പ് കൂടി ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഉമ്മൻചാണ്ടി സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, ഒരു കുടുംബത്തിന് 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ്, സമഗ്ര ഇൻഷുറൻസ് കവറേജ് നൽകുന്ന ഉമ്മൻചാണ്ടി ആരോഗ്യ സൗജന്യ ഇൻഷുറൻസ് പദ്ധതി അത് നടപ്പിലാക്കുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആദ്യ ഗഡുവായി 10 കോടി രൂപ അതിനായി വകയിരുത്തുകയും ചെയ്തിരിക്കുന്നു. അതോടൊപ്പമാണ് സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ടുള്ള പ്രത്യേക പദ്ധതി കഴിഞ്ഞ ദിവസം അതിൻ്റെ ഉദ്ഘാടനം നടന്നിരുന്നു. ഈ പദ്ധതി നടപ്പിലാക്കുന്നതിനായി ഇന്ദിരാ പ്രിയദർശിനി പദ്ധതിക്ക് വേണ്ടി 600 കോടിയുടെ ആദ്യ ഗഡു സർക്കാർ ഈ ബജറ്റിൽ വകയിരുത്തിയിരിക്കുകയാണ്. ഇങ്ങനെ കരുതലിനും അതോടൊപ്പം തന്നെ ക്ഷേമത്തിനും ഊന്നൽ നൽകിക്കൊണ്ടുള്ള ബജറ്റാണ് വി.ഡി. സതീശൻ സർക്കാരിൻ്റെ കന്നി ബജറ്റിൽ, ധനമന്ത്രിയായ വി.ഡി. സതീശൻ്റെ ആദ്യ ബജറ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഇനി വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഈ ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി, ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾക്കൊക്കെ വേണ്ടി ഇത്രയും തുക മാത്രം വകവരുത്തിയാൽ മതിയോ എന്നൊരു വിമർശനം
വിമർശനങ്ങൾ മറുവശത്ത് ഉയരുന്നുണ്ട്. പക്ഷേ ഘട്ടം ഘട്ടമായി അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വകയിരുത്തലുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ധനവകുപ്പിൽ നിന്നടക്കം ലഭിക്കുന്ന വിവരങ്ങൾ. മലബാറിൽ ഫുട്ബോൾ സ്റ്റേഡിയവും കൊച്ചിയിൽ ഫിലിം സിറ്റിയും തൃശൂരിൽ മ്യൂസിക് അക്കാദമിയും സ്ഥാപിക്കും. നടൻ സലീംകുമാറിന് എറണാകുളത്ത് സ്മാരകം നിർമ്മിക്കും. MT വാസുദേവൻ നായരുടെ സ്മരണകൾ പുതുക്കി കോഴിക്കോട് കൾച്ചറൽ പാർക്കും നിർമ്മിക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. സിനിമയെ വ്യവസായമായി പ്രഖ്യാപിക്കുന്നതിനെ സ്വാഗതം ചെയ്ത് ചലച്ചിത്ര പ്രവർത്തകർ സർക്കാരിനെ അഭിനന്ദിക്കുന്നതായി മോഹൻലാലിന്റെ FB പോസ്റ്റിൽ വ്യക്തമാക്കുന്നു. സന്തോഷമുള്ള കാര്യമാണെന്ന് ടൊവിനോ തോമസ് പറയുന്നു. ഫിലിം സിറ്റി എന്ന പ്രഖ്യാപനവും സ്വാഗതാർഹമാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ആരോഗ്യ ഡയറക്ടർ ഡോക്ടർ റീനയുടെ സ്ഥലം മാറ്റം സ്റ്റേ ചെയ്ത നടപടിക്കെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഉത്തരവിനെതിരെയാണ് സർക്കാർ അപ്പീൽ നൽകിയത്. അതിനിടെ ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റ് നാടകീയ രംഗങ്ങൾ അരങ്ങേറി. കോടതി വിധിയുമായി ഔദ്യോഗികമായി ചുമതലയേൽക്കാനെത്തിയ മുൻ DHSS ഡോക്ടർ റീനയ്ക്ക് കസേര വിട്ടു നൽകാൻ നിലവിലെ ഡയറക്ടർ ഡോക്ടർ മീനാക്ഷി തയ്യാറായില്ല. തുടർന്ന് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി. സ്ഥലം മാറ്റത്തിനെതിരെ ഡോക്ടർ റീന നൽകിയ ഹർജിയിൽ ട്രൈബ്യൂണലിന്റെ അടിയന്തര നടപടിക്ക് പിന്നാലെ ആണ് ജോലിയിൽ പ്രവേശിക്കാനെത്തിയത്. കോടതി വരരുത് എന്ന് പറയുന്നതുവരെ ജോലിക്ക് എത്തുമെന്ന് ഡോക്ടർ റീന അറിയിച്ചു. DHS ആണ് എന്ന് കോടതി അംഗീകരിച്ചിട്ടുണ്ട്. സർക്കാർ അപ്പീലുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും അറിയില്ല എന്നും റീന വ്യക്തമാക്കി. അതെ, ഞാൻ പൊക്കോട്ടെ പ്ലീസ്. കസേരയിൽ ഏതായാലും DHS ആണെന്ന് കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ. കോടതി വരരുതെന്ന് പറയണവരെ വരും. ഈ ഹൈക്കോടതിയിൽ പോയിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലും അറിയിപ്പ് അങ്ങനെ കിട്ടിയോ? സോഫാർ എനിക്കൊന്നും അറിയില്ല. കോടതി പറയുന്നത് അനുസരിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ. ജിയോ IPO പുറത്തിറക്കുന്നതായി പ്രഖ്യാപിച്ച് റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനി. IPOയ്ക്ക് ജിയോ ബോർഡ് അംഗീകാരം നൽകി. ആകാശ് അംബാനി, ഇഷ അംബാനി, അനന്ത് അംബാനി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു IPOയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ. സെബിയിൽ രജിസ്റ്റർ ചെയ്തതോടെ ജിയോ IPO യാഥാർത്ഥ്യമായി എന്നും റിലയൻസ് ഇൻഡസ്ട്രീസ് 49ാം വാർഷിക പൊതുയോഗത്തിൽ മുകേഷ് അംബാനി വ്യക്തമാക്കി. The commitment to shared growth was deeply personal to Dhirubhai. It is equally sacred to me. Imbibed in the same spirit, Isha, Akash and Anant are heading the Jio IPO process and will lead the next generation of value creation opportunities in the future. The proposed listing of Jio will demonstrate to the world that India can build technology companies of global scale, global capability and global value. I assure you and all prospective new investors that a brighter future awaits Jio. ജിയോ ഇന്ത്യക്കാർക്ക് സ്വപ്നമായിരുന്ന ഡിജിറ്റൽ ലൈഫ് യാഥാർത്ഥ്യമാക്കി എന്നും ജൈത്രയാത്രയുടെ 10 വർഷങ്ങളാണ് കടന്നു പോകുന്നത് എന്നും റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനി. കഴിഞ്ഞ സാമ്പത്തിക വർഷം ജിയോയും റിലയൻസും മികച്ച ലാഭം നേടിയെന്നും മുകേഷ് അംബാനി പറഞ്ഞു. റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ 49ാം വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 10 years ago, Jio began its journey with an audacious dream to remove digital inequality from India. At that time, voice was costly, data was expensive, speeds were poor. Jio made voice free, made high-speed data affordable, and Jio made digital life possible for every Indian. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനി റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ 49ാം ജനറൽ ബോഡി യോഗത്തിലായിരുന്നു ഇന്ത്യയുടെ കരുത്താണ് പ്രധാനമന്ത്രിയുടെ ദർശനങ്ങൾ എന്ന് മുകേഷ് അംബാനി പറഞ്ഞത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇന്ത്യ അപ്രതീക്ഷിതമായ വളർച്ചയാണ് നേടിയത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ നരേന്ദ്രമോദിയുടെ ദർശനങ്ങൾ ലോകത്തിന് തന്നെ വഴികാട്ടിയായിരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. Let me congratulate our beloved Prime Minister Shri Narendra Bhai Modi ji on achieving the stupendous feat of becoming the longest serving elected Prime Minister of India. Later this year, on the 7th of October, he will complete 25 uninterrupted years in public office, first as Chief Minister of Gujarat and then as Prime Minister of India. Over these years, the number of votes he has polled is by far the largest by any leader in the democratic world. We congratulate him on this remarkable milestone
in public service. His vision for India's growth and the corresponding execution plan have been instrumental in the rapid all-around growth India has witnessed over the last decade. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.